ഈ വീഡിയോ കണ്ടോ? കാണുന്ന നിങ്ങളിൽ പല ആൾക്കാർക്കും ഞാൻ ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മോൾ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കുളിക്കാറുണ്ട്. കണ്ടോ? അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആക്സിഡൻ്റലി അവൾ എൻ്റെ ആന്റിയുടെ വയറ് വയറ്റില് കാണുമ്പോൾ എൻ്റെ കണ്ടോ അടുത്ത് ചോദിക്കും, ബേബിയുണ്ട്. "മമ്മ എന്താ മമ്മ എന്താ? മമ്മയുടെ വയറ് ഇങ്ങനെ?" ആന്റിയുടെ അങ്ങനെ വയറ്റില് ചോദിക്കും. ബേബിയുണ്ട്. അപ്പം ഞാൻ ആ അവളുടെ അടുത്ത് ബേബി പറയും, ഇപ്പൊ തന്നെ "ഐഷു ആയിരുന്നു പുറത്തേക്ക് വരും. മമ്മയുടെ വയറ്റിൽ." അപ്പോൾ ഐഷു വലുതായി വലുതായി വന്നപ്പോൾ മമ്മയുടെ വയറും വലുതായി എന്നിങ്ങനെ പറഞ്ഞു കണ്ടോ? കൊടുക്കും. സോ, അപ്പോൾ അവളുടെ അടുത്ത ക്വസ്റ്റ്യനാണ്, "ഞാനപ്പോൾ എങ്ങനെയാ അമ്മമ്മ പുറത്തേക്ക് വന്നത്?" സോ, എൻ്റെ വയറ്റിലൊരു സ്റ്റിച്ച് മാർക്ക് ഉള്ളതിനെ കൊണ്ട് എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ അല്ലാത്ത അമ്മമാർക്ക് ഇറ്റ് ഈസ് എ ഹ്യൂജ് ടാസ്ക് കണ്ടോ? ടു ആൻസർ, റൈറ്റ്? അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് കണ്ടോ? ചോദ്യങ്ങൾ അവസ്ഥ ചോദിക്കും. അതാണ്. ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ശരിക്കും ചെറിയ പറഞ്ഞാൽ ഈ ബേബി പ്രഗ്നൻസി നോക്കുന്നുണ്ട്. ടൈമിലാണ് ഒരു സ്ത്രീനെ എന്റെ ഏറ്റവും കൂടുതൽ ഈ പൊന്നോ. ലോകത്തുള്ള എല്ലാവരും കൺസിഡർ ചെയ്യണേന്ന് എനിക്ക് തോന്നണേ. വളരെ സ്നേഹത്തിൽ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്നത്, നമ്മളുടെ പ്രിഫറൻസുകൾ ചോദിക്കണത്, നമ്മളുടെ ഇഷ്ടങ്ങൾ ചോദിക്കുന്നത് ഒക്കെ അല്ലേ. എനിക്കെപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അതല്ലാതെ ഒരു പീരീഡിൽ എന്നെ അത്രമാത്രം കൺസിഡർ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതിനൊരു ഉത്തരം കണ്ടോ? എനിക്ക് പറയാനില്ല. പിന്നെ ഒരു കോളിനവേ എൻ്റെ ഫാമിലി ഫുൾ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി, സുഖേഷ്. എനിക്ക് ഈ ഇതിനകത്ത് ഇത്രയും അനിയത്തിമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചേച്ചീനെ കാണുമ്പോഴൊക്കെ കണ്ടോ? തോന്നുകയാണ് എൻ്റെ അനിയത്തി എനിക്ക് തന്നൊരു സപ്പോർട്ട്. എന്താ? എപ്പോഴും വിളിക്കും, അതവിടെ എപ്പോഴും ആന്റി സംസാരിക്കും. ബേബിയിലെ ബേബി ആൻഡ് സ്റ്റിൽ ഉടുപ്പിടാത്തോണ്ട് ഞാൻ അവളുടെ കാണിക്കാത്ത. ഇത്താത്തയാണെങ്കിലും എനിക്ക് കണ്ടോ ബേബി ഇത്താത്തനെ വന്നത്. പോലെയാണ് കേട്ടോ അവള്. സോ, ഇന്ന് ഐഷു ഇതെല്ലാം കണ്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ബേബി അവളുടെ വന്ന് മുഖത്ത് സ്മൈൽ. ഓരോരോ ഭാവങ്ങൾ മാറി മറിയാണ്. ഈ കുഞ്ഞുങ്ങളുണ്ടാവുന്നതില്ലേ, ഖുർആനിൽ വരെ പറയുന്നുണ്ട്, ഒരു മരണത്തിനോട് അടുത്ത വേദനയാണ് പ്രസവ വേദന എന്ന്. പക്ഷെ നോക്ക്. ആ വേദനയെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഐഷു മുഖം വന്നപ്പോലെ. കാണുന്നതോട് കൂടിയിട്ട് നമ്മൾ മറന്നുപോകും. പിന്നെ നമ്മൾ ഐഷു അതിനെ എങ്ങനെ പറ്റിയിട്ട് വന്നു? ഓർക്കാറും കൂടിയില്ല. ഐഷു എങ്ങനെയാ ഓർത്താലും വന്നേ? ആ വേദനയുടെ ഇന്റൻസിറ്റി നമുക്ക് കിട്ടില്ല. എങ്ങനെയാ വന്നേ ഐഷു? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അമ്മ